കഴിഞ്ഞ ദിവസങ്ങളിലെ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പഴയ നിയമ പുസ്തകങ്ങളിൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിനെ ഏത് നിലയിൽ പരിശുദ്ധാത്മാവായ ദൈവം ചിത്രീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായി ആ പരമ്പരയിൽ നമ്മൾ പഠിച്ചത് നെഹമ്യാവിന്റെ പുസ്തകത്തിലാണ്. നെഹമ്യാവിന്റെ പുസ്തകത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ ക്രിസ്തുവിനെ ഏത് നിലയിൽ ചിത്രീകരിച്ചിരിക്കുന്നു എന്നുള്ളതും നമുക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനും ദൈവം സംഗതിയാക്കി. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ്. നെഹമ്യാവിന്റെ പുസ്തകത്തിലെ ദൈവത്തിന്റെ ആലയത്തെ പണിയുന്ന ശ്രേഷ്ഠനായ പണിക്കാരൻ അല്ലെങ്കിൽ ദൈവസഭയുടെ പണിക്കാരൻ എന്ന നിലയിലാണ് നമ്മൾ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിച്ചത്. ഇനിയും പഠിക്കാൻ പോകുന്നത് എസ്തേറിന്റെ പുസ്തകത്തെ കുറിച്ചാണ്. എസ്തേറിന്റെ പുസ്തകത്തിന്റെ ഇതിവൃത്തം എന്താണെന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹാമാൻ എന്ന് പറയുന്ന ഒരു ആഗാഗ്യ വംശജൻ മൊർദെഖായി എന്ന് പറയുന്ന രാജാവിന്റെ കൊട്ടാരത്തിന്റെ കാവൽക്കാരനായിരുന്ന മനുഷ്യനെ കൊല്ലാനും യഹൂദ വംശാവലിയെ മുഴുവനും ഉന്മൂലനാശം ചെയ്യാനും ഗൂഢമായത് ശപഥം ചെയ്യുകയും രാജാവിനെ കൊണ്ട് സമ്മതിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഭയാനകമായ പശ്ചാത്തലം. ആ പശ്ചാത്തലത്തില് ആണ് എസ്തേർ രാജ്ഞി മൊർദെഖായിയുടെ കൽപ്പന പ്രകാരം രാജസന്നിധിയിൽ നിന്ന് തന്റെ ജനത്തിനു വേണ്ടി പക്ഷപാതം ചെയ്യുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ എസ്തേറിന്റെ പുസ്തകത്തില് എസ്തേറിനെയും അവളുടെ വളർത്തപ്പനിൽ ചിറ്റപ്പനായിരുന്ന മൊർദെഖായിയെയും കാണുന്നത് തന്റെ സ്വജനത്തിന്റെ ഗുണകാംക്ഷിയായ പുരുഷൻ എന്ന നിലയിലാണ്. സ്വജനത്തിന്റെ ഗുണകാംക്ഷിയായ പുസ്തകം. നമ്മുടെ കർത്താവായ യേശു നമുക്ക് വേണ്ടി നമ്മുടെ ഗുണകാംക്ഷിയായി ഈ ഭൂമിയിൽ വന്നവനാണ്. എബ്രായലേഖനം 2 എന്താണ് വായിക്കുന്നത്? അതിന്റെ 8 വായിക്കുമ്പോൾ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധിപതിയായിരുന്ന പിശാചിനെ ക്രൂശിൽ തറച്ച് ജീവപര്യന്തം മരണഭേദിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു. നമ്മുടെ കർത്താവായ യേശു മനുഷ്യവർഗത്തിന്റെ ഗുണകാംക്ഷിയായിരുന്ന രക്ഷകനാണ്. നമ്മെ സ്നേഹിച്ചവനാണ് ക്രിസ്തു. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് അവിടുന്ന് ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചതും മനുഷ്യവേഷം കൊണ്ട് ഈ ഭൂമി ജീവിച്ചതും മരക്കുരിശ് ചുമന്നതും ക്രൂശിന്മേൽ കയറി നമ്മുടെ പാപപരിഹാരമായി നമുക്ക് വേണ്ടി മരണം സഹിച്ചു. അവൻ നമ്മെ സ്നേഹിച്ചു. ലോകത്തിന്റെ ഗുണത്തിനു വേണ്ടി അല്ലെങ്കിൽ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ആത്മരക്ഷയ്ക്ക് വേണ്ടി തന്നെ താൻ ഇടിവിൽ നിന്നവൻ. മൊർദെഖായിയും എസ്തേറും രാജാവിനും ജനത്തിനും മധ്യസ്ഥരായി നിന്നതുപോലെ പാപികളായ മനുഷ്യവർഗത്തിനും രക്ഷിതാവായ ദൈവത്തിനും മധ്യസ്ഥനായി സ്വജനത്തിന്റെ ഗുണകാംക്ഷിയായി വർദ്ധിച്ച വീണ്ടെടുപ്പുകാരനായ വ്യക്തിയാണ് നമ്മുടെ കർത്താവായ യേശു.